പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി വേദയെ കാണുമ്പോഴേ എപ്പോഴും ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം വേദ വിക്രമിൻ്റെ റൂമിലിരിക്കുമ്പോൾ നന്ദിനി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്തിനാ നന്ദിനി എടുത്തി എൻ്റെ റൂമിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്ന് വേദ ചോദിക്കുന്നുണ്ട്. നിൻ്റെ റൂമോ? ഇത് വിക്രമിൻ്റെ റൂമല്ലേ? നീ ഇവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കയറി വന്നവളാ. ഇപ്പോൾ നിനക്ക് വിരിക്കാൻ പായയായി, പുതയ്ക്കാൻ പുതപ്പ്, തലയിണ, ഫാന്, എല്ലാ സൗകര്യങ്ങളുമായി. നീ ഇവിടുത്തെ രാസാത്തിയായിട്ടല്ലേ വാഴുന്നത്. നീ ഒരു കില്ലാടി തന്നെ മോളെ എന്ന് പറയുകയാണ് നന്ദിനി. അതെ, ഞാൻ നിങ്ങളുടെ കണ്ണിലെ ഒരു കില്ലാടിയാണെങ്കിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലെ ഞാനൊരു ബുദ്ധിശാലിയാണ്. പിന്നെ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയുന്നതേ, ഞാനിങ്ങോട്ട് വന്ന സാഹചര്യം അതായിപ്പോയി. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിത്തന്ന ഡ്രസ്സും ഇഷ്ടം പോലെ ഇരിക്കുന്നു. അതിവിടെ കൊണ്ടുവന്നാലേ വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് അത് ഞാൻ എൻ്റെ കാശ് കൊണ്ട് തന്നെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ്. എന്തിനാ നന്ദിനി എടുത്തി എന്നെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നന്ദിനി എടുത്തിയെ പോലെ തന്നെ ഞാനിവിടുത്തെ ഒരു മരുമോള് തന്നെയല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, നീ ഇവിടുത്തെ മരുമോളോ? അതെങ്ങനെ? നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവളല്ലേ. മരുമകളാണെങ്കിലേ എൻ്റെ കഴുത്തിൽ കണ്ടോ താലി? ഇതാ ഇതുപോലെ, ഈ താലി പോലെ സ്വർണ്ണത്താലി ഉണ്ടായിരിക്കും. നിൻ്റെ കഴുത്തിലുണ്ടോ? ഇപ്പോഴൊരു മഞ്ഞച്ചരട് തന്നെ ഇല്ലേ ഉള്ളത്. പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവും നാളെ വിക്രം നിൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. പക്ഷേ അതങ്ങനെ ഒരു വിചാരമേ നിനക്ക് വേണ്ട. നീ അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. വിക്രം നിൻ്റെ കഴുത്തിൽ താലി കെട്ടത്തില്ല എന്ന് നന്ദിനി അങ്ങ് ഉറപ്പിച്ച് പറയാണ്. എന്തിനാ എടുത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. പിന്നെ എനിക്ക് എടുത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ബെറ്റ് വെച്ച് എനിക്ക് മതിയായിട്ടോ എന്നിങ്ങനെ വേദ പറയാണ്. പിന്നെ ഞാനേ ഇവിടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയണോ അതോ എടുത്തി തന്നെ ഇറങ്ങിപ്പോണോ എന്നിങ്ങനെ ഒരു അർത്ഥമുള്ള മട്ടിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വേദ പറയുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് അങ്ങ് ഒരു ദേഷ്യം വരും കേട്ടോ. സാരിയൊക്കെ അങ്ങ് ഉടുത്ത് അരയിൽ കുത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, അതെ നീ നിൻ്റെ അധികാരമൊന്നും ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്താ നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നീ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വാഴാന്ന്. ഒരിക്കലും ഞാൻ വാഴിക്കത്തില്ല നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് നാളെ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവാണ് റൂമിൽ നിന്ന്. പിന്നീട് ശങ്കരനാരായണൻ പത്മയുടെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് വന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? എല്ലാം ശ്രീനി പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. അവളെ നീ എന്നെ നാണം കെടുത്താനിരിക്കുകയാണോ പത്മേ? നീയിപ്പോൾ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല അല്ലേ? എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊന്നുമല്ല നീ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, എനിക്ക് നിങ്ങളുടെ മകളെ ജീവിച്ചിരിപ്പില്ല എന്ന്. അവളെ എന്നോ എൻ്റെ മനസ്സിൽ നിന്നും മരിച്ചുപോയി. പിന്നെ ഈ വീട്ടിൽ അവർക്കൊരു അധികാരവും ഇല്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചടങ്ങ് നടത്തുന്നത്? ഈ ചടങ്ങിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൾ അവിടെ തന്നെ ജീവിക്കട്ടെ എന്നാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ശങ്കര നീ പറയുന്നത്? അത് നമ്മുടെ മോളാണ്. ഇന്ന് അവളുടെ കഴുത്തിലൊരു താലി വീണോ അന്ന് അവളുടെ വിവാഹം കഴിഞ്ഞു. അതും ഒരു ദൈവസന്നിധിയിൽ വെച്ചിട്ടാണ് അങ്ങനെ നടന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ശ്രീ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്? അവളിപ്പോൾ അവിടെ ജീവിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്നത് പോലെയാണ്. നമുക്ക് അത്രയേ അവൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. ഒരു ഹോസ്റ്റലിൽ അവൾ ജീവിക്കുന്നു, അതുപോലെ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. ആ വീട്ടുകാരും തന്നെ അവിടെ അംഗീകരിക്കുന്നില്ല. അവിടെ ജീവിക്കുന്നു, അവിടെ ഉറങ്ങുന്നു, അവിടെ ഭക്ഷണം കഴിക്കുന്നു, അത്രയും മാത്രമേ അവൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുകയാണ്. എനിക്ക് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയാം നീയാണ് ഈ ശങ്കരനെ പിരികേറ്റി വിടുന്നത്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കുട്ടി അവിടെ സുഖമായി അവളുടെ ഇഷ്ടം അവിടെ ജീവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വേദ അവിടെ ജീവിക്കട്ടെ. നിങ്ങളെന്തിനാ അതിനെ ഇല്ലാണ്ടാക്കുന്നത്? എന്തായാലും അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇത്രയും ദിവസമായി അവൾ അവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അവൾക്കതാണ് സന്തോഷമെങ്കിൽ അത് നടക്കട്ടെ. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശങ്കരനാരായണന് ദേഷ്യം വരും കേട്ടോ. വേദയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തട്ടിൽ ഫ്രൂട്ട്സും പൂക്കളും എല്ലാം വെച്ചിട്ടുണ്ടാവും അവിടെ ടേബിളിൽ. അതെല്ലാം കാണുമ്പോൾ നാരായണൻ അങ്ങനെ ദേഷ്യം വന്ന് പോയി അതെടുത്തുകൊണ്ട് നിലത്തോട്ട് ഇങ്ങനെ വലിച്ചെറിയുക കേട്ടോ. എന്നിട്ട് അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് ശ്രീ പറഞ്ഞതനുസരിച്ച് ഗുണ്ടകൾ
ശ്രീയും ഗുണ്ടകളും ചേർന്ന് നമ്മുടെ വിക്രമിനെ അപകടത്തിൽപ്പെടുത്തുകയാണ്. വിക്രം പോകുന്ന വഴിക്ക് അവിടെ ഒരു ബൈക്കിൽ പോകുന്ന സ്ഥലത്ത് ഒരു നൂല് കെട്ടി വയ്ക്കുകയാണ്. പക്ഷേ വിക്രം അത് കാണുന്നില്ല. വിക്രമിൻ്റെ കഴുത്തിൽ ദേഹത്ത് അത് കുടുങ്ങിക്കൊണ്ട് ബൈക്കിൽ നിന്നും പിറകോട്ട് അങ്ങ് വീഴുകയാണ് വിക്രം. അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് എല്ലാം ശ്രീയും ആൾക്കാരും ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അവർക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ അവരങ്ങ് പോകുന്നുണ്ട്. ഇനി ഇവിടെ കിടന്ന് മരിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് രാധ ഓട്ടോയിൽ വരുന്നുണ്ട്. വീണ് കിടക്കുന്ന വിക്രമിനെ രാധ കാണുകയാണ്. രാധ ഓടി വന്നിട്ട് വിക്രമിനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. വിക്രം എഴുന്നേൽക്ക്, വിക്രം എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റി, എന്താ ഇങ്ങനെ കിടക്കുന്നത്, എഴുന്നേൽക്ക് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ വിക്രമിനൊരു ബോധം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വേദ ഒരു വിധത്തിൽ വണ്ടിയിൽ വിക്രമിനെ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വേദ സ്വപ്നം കണ്ട് നീക്കിയാണ്. ഒരു ദുസ്വപ്നം കാണുകയാണ്. വിക്രമിന് ഇതുപോലെ അപകടം പറ്റുന്നത് തന്നെയാണ് വേദ കാണുന്നത്. പേടിച്ച് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ടാട്ടോ വേദ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അവൾ വേഗം വെള്ളമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് എന്ത് പറ്റി എനിക്ക്, എന്താ വിക്രമിന് ഇങ്ങനെ അപകടം പറ്റിയത്, കാണാൻ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിന് അങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിക്രമ് കോൾ എടുക്കുന്നില്ല. വിക്രമിൻ്റെ ഫോൺ അവിടെ വീണിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിക്രമിന് ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് വിക്രമിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ വേദ ഇതെന്താ എടുക്കാത്തതെന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം പറ്റിയ വിവരം വേദയ്ക്ക് അറിയുന്നില്ല. പിന്നീട് വേഗം തന്നെ വേദ ശ്രീജയത്തിയുടെ റൂമിൽ പോയി ഡോറ് തട്ടി വിളിക്കുകയാണ്. അപ്പോൾ അവരെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ചേച്ചി, നമ്മുടെ വിക്രം ഇതുവരെ വന്നിട്ടില്ല, ഒരുപാട് നേരമായില്ലേ, അർദ്ധരാത്രിയായി, എന്താ വിക്രം വരാത്തതെന്ന് ഒന്ന് അന്വേഷിക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിശ്വം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ വിക്രം ഇങ്ങനെ നേരം വൈകി വരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അല്ല ചേട്ടാ, ഇത് ഒരുപാട് ഞാനൊരു ദുസ്വപ്നം കണ്ടു, അതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ പറയുന്നത്, ഒന്ന് നോക്കായിരുന്നു എവിടെയാണെന്നുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിശ്വം പോയി അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും നന്ദിനിയും വിനായകനും അച്ഛനും എല്ലാം എഴുന്നേറ്റ് വരികയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നീ സ്വപ്നം കണ്ടതല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല മോനിക്ക് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല അമ്മേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിക്രം എടുക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി, ഞാനും എൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ തുണയായ ആരെങ്കിലും ഒരാൾ വന്നാൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നീ ഈ നേരത്താണോ തിരയാൻ വേണ്ടി പോകുന്നത്, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഈ നാട്ടിലുള്ളവരെല്ലാം അവനെ പേടിച്ച് ജീവിക്കുന്നു, പിന്നെ അവൻ ആരെ പേടിക്കാനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മാഷ്. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഓ എന്തിനാ നീ ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത്, ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നതേ ഉള്ളൂ, അപ്പോഴേക്കും നീ വന്ന് വിളിച്ചു, എന്തിനാ വിക്രമേ, പകൽ തന്നെ തോന്നുമ്പോഴാണ് വരുന്നത്, പിന്നെ അല്ലേ രാത്രി, അവന് ഇഷ്ടമുള്ളപ്പോൾ വരും പോവുകയും ചെയ്യും, അവനിങ്ങ് വന്നുകൊള്ളും, നീ എന്തിനാ ഞങ്ങളൊക്കെ വിളിച്ചുണർത്തി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മാഷ് പറയും, കമല നമുക്ക് ഉറങ്ങാം, ഇവരൊന്നും ഉറങ്ങിയില്ലെങ്കിൽ ഇവർക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരെ പ്രായമായവരും രോഗികളുമാണ്, ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് അസുഖം വരും, നീ വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പക്ഷേ കമലാമ്മയ്ക്ക് ഒരു സങ്കടം ആവുന്നുണ്ട് കേട്ടോ, വേദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. വേദയ്ക്ക് കൂട്ടിയിരിക്കാൻ കമലാമ്മയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പോവാണ്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടും കമലാമ്മ വേദയെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് രാധ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമൊന്നുമില്ല, വീണതിൻ്റെ ഒരു ആഘാതത്തിൽ ബോധം പോയിരിക്കുകയാണ്, തലയ്ക്ക് അടിപ്പെട്ടിട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആൾ ഉണർന്ന് വരും, കുറച്ച് സമയമെടുക്കും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ രാധയ്ക്ക് സമാധാനമാവുകയാണ്. പിന്നീട് വേദ റൂമിലേക്ക് വന്നിരുന്ന്
ഇങ്ങനെ വിക്രമിനെ തന്നെ ഇങ്ങനെ എന്തുകൊണ്ടാണ് വിക്രം ഇതുവരെ വരാത്ത, എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് അവളവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോവുകയാണ്. പിറ്റേന്ന് രാവിലെ നന്ദിനി റൂമിലേക്ക് വരുമ്പോഴാണ് വേദ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. നന്ദിനിയുടെ സൗണ്ട് കേട്ടുകൊണ്ടാണ്. നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ, ഇപ്പോഴും വന്നില്ലല്ലോ വിക്രം, എനിക്ക് സന്തോഷമായി പറഞ്ഞ് കൈകൊട്ടി ചിരിക്കുക കേട്ടോ. ഇവൻ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു, അപ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുമെന്ന്. കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഇവിടെ എല്ലാം ക്ഷണിച്ച ആളുകളെല്ലാം വരും, അവരുടെ മുന്നിൽ വെച്ച് നീ നാണം കെടും എന്നൊക്കെ ഇങ്ങനെ പരിഹസിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, വിക്രം ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല, അവൻ എന്തുകൊണ്ടാണ് ഇതുവരെ വരാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനൊരു ബോധമില്ലാതെ സംസാരിക്കല്ലേ എടുത്തി എന്നൊക്കെ പറയുകയാണ് വേദ.